എൻ്റെ ഒരു സുഹൃത്തിന് ഒരു കാമുകയുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഭയങ്കരമായ ബന്ധമായിരുന്നു അത്. ഒരു 3-4 മാസം കഴിയുമ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു അത് പോയി, അവൾ പോയി. ഞാൻ ചാന്തര അങ്ങനെ ഭയങ്കര ബന്ധമായിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പായിരുന്നല്ലോ, എല്ലാം പരസ്പരം പങ്കുവയ്ക്കുകയും ദിനം പ്രതി സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞ് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചു, ഞാൻ അവളെ പരിഗണിക്കുന്നില്ലത്രേ. അവൾ നല്ല ഫോട്ടോ അയക്കുമ്പോൾ നല്ല ലൈക്കും നല്ല കമൻറ്റൊന്നും നൽകുന്നില്ലത്രേ. ഒരു പരിഗണന ഒരു കുറഞ്ഞ പോലെ അവൾക്ക് ഫീൽ അനുഭവപ്പെട്ടു. അത് വിട്ടുപോയി. പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പുരുഷൻ പറയുക അത് വിട്ടുപോയ സാരല്ല, വേറെ നോക്കാം, വേറെ തപ്പാം. ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതിന് ഒരുപാട് ഗ്രൂപ്പുകളുണ്ടെന്നുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ പണം കാമുകയാണെന്ന് ഞാൻ പറയുമ്പോൾ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ശ്രദ്ധയോടെ, അതിന് ശ്രദ്ധ ആവശ്യമാണ്, പരിചരണം ആവശ്യമാണ്, അങ്ങനെ തുടങ്ങി വിശാലമായി നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണിത്. അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ഡോളറുകൾ ബാങ്കിൽ അട്ടിവെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയല്ല, മറിച്ച് നമ്മളെപ്പോലെ സാധാരണ ആളുകൾ നിത്യജീവി ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, എന്നാൽ ചില ആളുകൾ വീഴ്ച വരുന്ന ചില കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സംസാരം കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഒരു സീറോ ബാലൻസ് നിന്ന് വരികയും, ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ തറവാട് വീടിൻ്റെ അടുത്ത് ചെറിയൊരു വീടും സ്ഥലം വെക്കണം എന്നതായിരുന്നു. അതവിടെ അതേ സ്ഥലത്ത്, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ സ്ഥലം വാങ്ങി അവിടെ തന്നെ വീട് വെച്ചു. പിന്നെ ആഗ്രഹം നമുക്കറിയാം, ഏറ്റവും വലിയ ആഗ്രഹം ഒരാൾക്ക് സ്ഥലം എടുക്കൽ കഴിഞ്ഞാൽ പിന്നെ വീട് വെക്കലാണ് ആഗ്രഹം. വീട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹം വാഹനമാണ്. ആ ഏറ്റവും വലിയ ആഗ്രഹം വാഹനം വാങ്ങി. അങ്ങനെ പോകുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ പണം സമ്പാദിക്കുന്നു. അത് പല ആളുകൾ ചോദിച്ചാൽ എത്രയോ സമ്പാദിച്ചിട്ടുണ്ട്, പക്ഷേ അവൻ്റെ കയ്യിൽ പണമില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥ വരുമ്പോഴുള്ള വിഷമം നമുക്കറിയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധയും പരിചരണവും പണത്തിന് ആവശ്യമാണ്. ഒന്നാമത്തെ പോയിൻ്റ്, ശ്രദ്ധയും വേണം, നല്ല പരിചരണം വേണം. ഇപ്പോൾ നമ്മളെ കാമുകിമാരെ സംബന്ധിച്ച് നമുക്കറിയാം, നല്ല ശ്രദ്ധ നമ്മൾ കൊടുത്തില്ലെങ്കിൽ, നല്ല ഡയറക്ഷൻ, അവരെ നല്ല ശ്രദ്ധിക്കണം. കാരണം അവരോട് പോകും, നല്ലൊരു കെയറിങ് അവർക്ക് അനുഭവപ്പെടണം. അപ്പോൾ ആ ബന്ധം ഊഷ്മളമാകുക, ശക്തമാകൽ എപ്പോഴാണ്? ആ ബന്ധം ശക്തമാകണമെങ്കിൽ നല്ലൊരു കെയറിങ് അവൾക്ക് തോന്നണം, അല്ലേ? ആ ബന്ധം ശക്തമാകണമെങ്കിൽ നല്ലൊരു കെയറിങ് തോന്നണം അവൾക്ക്. ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് വിളിച്ചു ചോദിച്ചു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒറ്റപ്പെട്ടു പോയി, എന്ത് പറ്റി, ആരുമില്ല, എനിക്ക് വണ്ടി അയക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കെയറിങ് കൊടുക്കുമ്പോൾ, നമ്മൾ കാമുകിക്കാകട്ടെ ഭാര്യയ്ക്കാകട്ടെ നല്ലൊരു കെയറിങ് കൊടുക്കുമ്പോൾ ഭയങ്കര ബന്ധം ആ ഒരു ശക്തി പ്രാപിക്കും. ആ ബന്ധത്തിന് നല്ലൊരു കെയറിങ് ഏതൊരു പെൺകുട്ടിയും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആ ഒരു കെയറിങ് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ പരിചരണം, ഞാൻ പറഞ്ഞു, പരിചരണം നമ്മൾക്ക് അറിയാമല്ലോ. പരിചരണം എത്രമാത്രം ഒരു കാമുകിയും അല്ലെങ്കിൽ നമ്മളെ ഭാര്യമാർ ആഗ്രഹിക്കുന്നത്, അതുണ്ടാവണം. അത് ഈ പണത്തിൻ്റെ കാര്യത്തിൽ നമുക്കുണ്ടാവണം. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ പണം എങ്ങോട്ട് പോകുന്നു, ഏത് ഭാഗത്ത് പോകുന്നു, ഏത് ഭാഗത്ത് ചിലവായി, നല്ല കാര്യത്തിലാണോ ചെയ്ത്. ഇപ്പോൾ ഒരു 2000-3000 ഒരാൾക്ക് വെറുതെ കൊടുത്ത് സദക്ക കൊടുത്ത്, അത് നല്ല കാര്യമാണ്, അപ്പോൾ പണം വർദ്ധിക്കുന്ന കാര്യമാണത്. പക്ഷേ പലരും വിചാരിക്കുന്നത് അത് പണം നഷ്ടപ്പെട്ടു എന്നല്ല, ഒരിക്കലുമല്ല. അതേപോലെ നല്ല ശ്രദ്ധ, നമ്മൾ പോകുന്ന പൈസ എങ്ങോട്ട് പോകുന്നു, ചിലവാണ്, എങ്ങനെ ഈ മാസം ചിലവായി, കൃത്യമായി എഴുതി വെക്കണം. പലപ്പോഴും പല ആളുകൾക്ക് പ്ലാനിങ് ഇല്ല, ഒരു മാസത്തെ പ്ലാനിങ്. കിട്ടുന്നതിന് മുമ്പേ ശമ്പളം തീർന്നു. പലരുടെയും പ്രശ്നം എന്താ, സാധാരണ ജോലി ചെയ്യുന്ന ആളുകളുടെ കിട്ടുന്നതിന് മുമ്പേ പണം തീരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ മാസം ഏത് മാസം ഇങ്ങനെ തീരെ ചിലവില്ലാതെ ഏതെങ്കിലും ഒരു കുറി മറിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിട്ടി കിട്ടി, അപ്പോൾ നല്ലൊരു പൈസ കിട്ടി, അപ്പോൾ നമ്മളെല്ലാ കടങ്ങളും കൂടിയിട്ട് ഈ മാസം ശമ്പളം വാങ്ങിയ പിന്നെ മാത്രം ചിലവാക്കുന്ന അവസ്ഥയിലേക്ക് വളരെ നേരത്തേക്ക് നമ്മളെത്തണം. അപ്പോൾ നല്ല കെയറിങ്, ശ്രദ്ധ വേണം, എങ്ങോട്ടാ പണം പോകുന്നത്, എങ്ങോട്ട് വരുന്നത്, എവിടുന്ന് ചിലവായത്, ഏത് ഭാഗത്തത് പോയത് എന്നൊക്കെ എല്ലാം ശ്രദ്ധിക്കണം നമ്മൾ പണത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ പരിചരണം ആവശ്യമാണ്. അതുപോലെ ബഹുമാനം നൽകുക പണത്തിന്. ചില ആളുകൾ കാണാം, പണത്തിന് ഒരു വിലയും നൽകാതെ ആടെ ചുറ്റിയിട്ട് ഇങ്ങനെ ഇടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. പൈസ ചില ആളുകൾ കാണാൻ ഇങ്ങനെ ചുറ്റിയിട്ടായി ഇടുക, ഇങ്ങനെ മടക്കി ചുറ്റിയിട്ട്. ചില ആൾ പൈസ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും പേഴ്സിൻ്റെ ഇടയിൽ. പക്ഷെ അങ്ങനെ ഒക്കെ ഇങ്ങനെ നിർത്തി വെച്ചാൽ പോരെ, എന്തിനാ അങ്ങനെ ഒരു വാല്യൂ ഇല്ലാത്ത പോലെ ആക്കുന്നു? ഒരു വാല്യൂ ഇല്ലാത്ത പോലെ പൈസനെ പിടിക്കരുത് ഒരിക്കലും. പൈസ നല്ല ഒരു മടക്കം. ഓക്കെ, മൂന്നാമതൊരു മടക്കേണ്ട ആവശ്യമില്ല. പേഴ്സിനെ സംബന്ധിച്ചാൽ നമുക്കറിയാം, നമ്മളെ പേഴ്സുള്ള വലിയ പേഴ്സാണ്, അങ്ങനെ അതിൻ്റെ ആവശ്യം പോലും ഇല്ല പേഴ്സ് മടക്കണ്ട. അപ്പോൾ ഇനി ബഹുമാനം, ശ്രദ്ധ നൽകണം, പരിചരണം നൽകണം, ബഹുമാനം നൽകണം. ഇതാണ് അതിൻ്റെ ബഹുമാനം. ചുറ്റി പിടിച്ച് കാര്യം കിട്ടും, അല്ല ആടെ കുറച്ച് പൈസ ഇട്ട് ഇവിടെ കുറച്ച് പൈസ ഇട്ട്, അങ്ങനെയല്ല. പൈസ നിങ്ങൾക്ക് ഡബ്ബയിലൊക്കെ ആക്കിയിട്ട് വെക്കാം, സ്വരൂപിച്ച് വെക്കാം. നല്ല ഡബ്ബ, നല്ലൊരു പണ്ടാരൊക്കെ ആക്കിയിട്ട് വെക്കാം. നമ്മൾ ആവശ്യത്തിന് വേണ്ടി നമുക്കൊരു ഐഫോൺ വാങ്ങണം, എന്തെങ്കിലും വാങ്ങണം, വേണ്ടി സൂക്ഷിച്ച് വെക്കാം. അത് നല്ലതാണ് തന്നെയാണ്. അത് നമുക്കറിയാം, പണ്ട് കാലത്തെ ഒരു ശീലമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര നമ്മൾ ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് സ്വരൂപിച്ച് വെക്കുന്നതിനെക്കുറിച്ചും
ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉറൂസൊക്കെ വരുന്നതിന് വേണ്ടി ഒരു 5-6 മാസം മുന്നേ കുട്ടികളൊക്കെ സേവ് ചെയ്ത് വെക്കാറുണ്ട് പണം ഡബ്ബയിലൊക്കെ ഇട്ട്, അങ്ങനെ വെക്കാം. പക്ഷേ ഇങ്ങനെ ചുറ്റിക്കൂട്ടി അവിടെ ഇട്ട് ഇവിടെ ഇട്ട് ഒരു വാല്യൂ ഇല്ലാതെ ഒരു വിലയില്ലാത്ത പോലെ ആകരുത്. ചില ആൾ കീസ് അലക്കുന്ന സമയത്തുള്ള കീസ് ഇങ്ങനെ പറക്കുന്ന പൈസ, ഇങ്ങനത്തെ നോട്ട് പൈസ ഇങ്ങനെ ചുറ്റി മടക്കിയിട്ട് അങ്ങനെ ആകരുത്. ഇങ്ങനെ ഒരു ബഹുമാനം നൽകണം, എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് പണം എത്തൂ. പണം ഈ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ നമ്മൾ എപ്പോഴും പണം നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ സുരക്ഷിതത്വം നൽകുക. പണത്തിന് സുരക്ഷിതത്വം നൽകുക ഞാൻ ഡിപ്പോസിറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ കുറിയിൽ കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് സ്വർണ്ണത്തിനോ ഇതോ എന്തെങ്കിലും വാങ്ങി വെച്ച്, അതൊക്കെ പണത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്, സുരക്ഷിതത്വം നൽകുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ചിട്ടി കൂടുക, കുറി കൂടുക, അങ്ങനെ കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന, അതാണുള്ളൂ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുടെ പണം വീണ്ടും അവരുടെ കയ്യിൽ കൂടുതൽ പണം ഉണ്ടാകും. അതേപോലെ സ്വഭാവം മനസ്സിലാക്കുക എന്നത് അടുത്ത പോയിൻ്റ് എഴുതി. ഞാൻ ഓരോ പോയിൻറ്റുകൾ എഴുതി, കാരണം നമ്മളിന്ന് കൈകാര്യം ചെയ്യാത്ത വിഷയമാണ് അധികം, പക്ഷേ നമുക്കൊക്കെ അറിയുന്ന വിഷയവുമാണിത്. അപ്പോൾ ഇവിടെ കാമുകിയുമായി എങ്ങനെ ബന്ധിപ്പിക്കാം അതിനെ സുരക്ഷിതത്വം നൽകുന്നതിന്? ഒരു കാമുകിക്ക് സുരക്ഷിതത്വം എങ്ങനെയാണ് നമ്മൾ നൽകാറ്? ഒരു പെൺകുട്ടി എത്രമാത്രം സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടൗണിൽ നമ്മളെ കാമുകിനെ കൂട്ടി അല്ലെങ്കിൽ ഭാര്യയെ കൂട്ടി നമ്മൾ പോവുകയാണ്, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, അത് ചില ആളുകൾ കാമുകിയായിരിക്കും, ചില ആളുകൾ ഭാര്യയായിരിക്കും. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ ഭാര്യയും കൊണ്ട് അല്ലെങ്കിൽ കാമുകിയും കൊണ്ട് നമ്മൾ പുറത്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു മോശം കമൻറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇതില്ലാത്ത, നേരെ മറിച്ച് നമ്മൾ മൂവിയിലൊക്കെ കാണാറില്ല പലപ്പോഴും, അങ്ങോട്ടൊരു പേടിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം നൽകുന്ന ഒരു ഫീൽ നമ്മളെ ഭാഗത്തുനിന്നുണ്ടായി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് നമ്മൾ ചെയ്തു. വേണ്ട, ഒരു വാഹനം നമ്മൾ മുറിച്ച് കിടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ കാണാം, വിവാഹം ചെയ്ത ആളുകളെ, അടുത്ത കാലത്ത് വിവാഹം ചെയ്ത ആളുകളെ ചിലപ്പോൾ കാണാം, പെട്ടെന്ന് അവർ റോഡ് മുറിച്ച് കിടക്കും, പെൺകുട്ടി അവിടെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ ചില പെൺകുട്ടികൾ അവരെ കൈ ഉറക്കെ പിടിച്ചിട്ട് അവരെ പോലും പോകാൻ വിടാതെ അങ്ങനെ വെച്ചിട്ടുണ്ടാവും അവിടെ റോഡ് കിടക്കുമ്പോൾ. നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് കുവൈത്തിലൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കറിയാം റോഡ് കിടക്കുമ്പോൾ പ്രശ്നം ബുദ്ധിമുട്ട്. പക്ഷെ അവിടെ അവർക്കൊരു സുരക്ഷിതത്വം നൽകണം, നമ്മൾ അവരെ ക്യാരിങ് ചെയ്യണം, അവർക്കൊരു സുരക്ഷിതത്വം നൽകണം നമ്മൾ അവർക്ക്. അപ്പോൾ എന്താവും, ആ ബന്ധം ഭയങ്കര ശക്തി പ്രാപിക്കും. അതുപോലെയാണ് പണത്തിനും അത് ആവശ്യമാണ്. സുരക്ഷിതത്വം നിങ്ങൾ നൽകുക, സേവ് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ സ്വഭാവം മനസ്സിലാക്കുക. കാമുകിയുടെ സ്വഭാവം, നമ്മുടെ ഭാര്യയുടെ സ്വഭാവം, എത്രമാത്രം നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അതേപോലെ ഈ പണത്തെപ്പറ്റി നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, സ്വഭാവം ശ്രദ്ധിക്കുക. എങ്ങനെയുള്ള ആളുകളുടെ കയ്യിലാണ് പണമുള്ളത്, എങ്ങനെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് പോകുന്നത്, ആരാണ് സ്വരൂപിച്ച് വെക്കുന്നത്, ആരാണ് ഇതുകൊണ്ട് പണം വെച്ച് പണം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പണം ഉണ്ടാക്കി പണം ഉണ്ടാക്കുക, പണം വെച്ചിട്ട് പണം ഉണ്ടാക്കുക. ചില ആളുകൾ ഇൻവെസ്റ്റൊക്കെ ചെയ്തിട്ട് ആ പണം വെച്ച് ചില കമ്പനിയിലോ പെട്രോളിനോ അല്ലെങ്കിൽ സ്വർണ്ണത്തിനോ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പണം വെച്ച് പണം ഉണ്ടാക്കുക. അപ്പോൾ അവൻ ഉറങ്ങുമ്പോൾ പോലും പണം വരുന്ന അവസ്ഥ, അതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. നമ്മളെ പോലെ സാധാരണ ആളുകൾ, കടമൊക്കെ ആയി ജീവിക്കുന്ന ആളുകൾക്ക് കടം വീടുന്നതിനെക്കുറിച്ചും കാര്യമായി ചിന്തിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ പല ഭാഗത്തും ചിലവായി പോകുന്നുണ്ട് പൈസ, അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്നതാണ്. വിശാലമായി നമ്മൾ ചിന്തിക്കുകയും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി എഴുതി വെക്കുകയും, നമ്മൾ ഓരോ മാസം എപ്പോഴും നമ്മൾ ഭാര്യമാരൊക്കെ വിളിച്ച് പറയും, പല സ്ത്രീകളും അവർക്ക് പണം എവിടെ ചിലവായി ചോദിച്ചാൽ പലർക്കും അറിയില്ല. പക്ഷേ കൃത്യമായി എഴുതി വെക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ ഭാര്യയെങ്കിൽ അവർ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവും. കൃത്യമായി അവർക്കറിയാം. ഒരു 10 ദിവസം എഴുതി വെച്ച് നോക്കും നിങ്ങൾ പണം. ഒരു 10 മാസം ഓരോ മാസം ശമ്പളം കിട്ടുമ്പോൾ ഇത്ര മാസം ഇത്ര കിട്ടാണ്ട്, ഇത്ര കൊടുക്കാണ്ട്, ഇത്ര പൈസയാണ് കൃത്യമായി എഴുതി വെച്ചാണെങ്കിൽ നമുക്കറിയാം എവിടെ പോകുന്നു നമ്മൾ പണം, എങ്ങനെ ചിലവാകുന്നു, എത്ര ബാക്കിയാക്കുന്നു, എങ്ങനെ ഇത്ര മാസം കൊണ്ട് എത്ര ബാക്കിയാക്കാൻ പറ്റും നമുക്കിങ്ങനെ പോയാൽ. അങ്ങനെ വിശാലമായി പണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മളെ കടവും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തീർന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ജീവിച്ചു പോകാൻ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇഷ്ടത്തോടെ അതിൻ്റെ പ്രൈസ് നോക്കാതെ വാങ്ങുന്നൊരവസ്ഥയിലേക്ക് വളരാൻ നമുക്ക് സാധിക്കട്ടെ.